നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ കിച്ചണിലേക്ക് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കിച്ചണിൽ സോയാബീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ നമുക്കൊരു സോയാബീൻ ബിരിയാണി ആയാലോ. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് റൈസാണ്. അത് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഒരു 3-4 സീറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യണം. നിങ്ങൾക്ക് കുക്കറിൽ റൈസ് റെഡിയാക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ബിരിയാണി റെഡിയാക്കാൻ ഓപ്പൺ പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ അതിൽ നിങ്ങൾക്ക് റൈസ് കോരിയെടുക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ റൈസ് റെഡിയാകുമ്പോഴത്തേക്ക് ബാക്കി കാര്യം നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ബൗൾ ചെയ്തതിന് ശേഷം ഞാനിത് നമ്മുടെ നോർമൽ വാട്ടറിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്, ഒരു 3-4 തവണയായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇത് 2 പീസായിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 തക്കാളി, 1 സവാള, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിയുടെ അകത്ത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഒരു തിരയില കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാളയും ക്യാരറ്റും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഇത് ഇത്രയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാനിതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിരിക്കുകയാണ്. ഒരു സ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒത്തിരി അധികം ആയിട്ട് ഒഴിക്കേണ്ട കാര്യമില്ല, 1 സ്പൂൺ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതും കൂടെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മുടെ റൈസ് റെഡിയാക്കി വെച്ചിരിക്കുന്ന അത് ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി സ്പീഡിനല്ല കേട്ടോ, നല്ല സ്ലോയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രത്തോളം നല്ലതായിട്ടാണ് ഇത് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയാണ്. മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സൂപ്പറായിട്ട് ആണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കണം, ഒന്ന് റെഡിയാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.